ഹായ് സുഹൃത്തുക്കളെ, ഒരറിവും ചെറുതല്ല. ഇന്നൊരു വാളങ്ങിയും ക്ലോസറ്റിന് കൺസീൽഡ് ടാങ്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ടാങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ചെറിയൊരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സിൽ ഇതുപോലെയുള്ള കുറേ ഫിറ്റിങ്സുകൾ ഉണ്ടാവും. ആദ്യം തന്നെ ഇതുവരെ ചെയ്യാത്ത ആളുകളൊക്കെ ഇതുപോലത്തെ ബോക്സുകളൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും ഫിറ്റിങ്സുകൾ എവിടെയൊക്കെ സെറ്റ് ചെയ്യണമെന്നും എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് ആദ്യം ഈ കാറ്റലോഗ് നോക്കിയിട്ടും അല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ഐഡിയ നോക്കിയിട്ടും പഠിച്ചു വെക്കുക. അതിനുശേഷം നമ്മൾ മെയിൻ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് കൺസീൽഡ് ഫ്ലഷ് ടാങ്കിനെ എടുക്കുക. അതിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഇതിൻ്റെ ഒരു ആംഗിൾ കോക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ആംഗിൾ കോക്കിൽ ത്രെഡ് സീൽ അടിച്ചിട്ട് വേണമെങ്കിൽ ഒരു ധൈര്യത്തിന് ഷെല്ലൊക്കെ അടിക്കുക, ലീക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിരിക്കും ഷെല്ലൊക്കെ അടിക്കുന്നത്. ഷെല്ലൊക്കെ അടിച്ചിട്ട് ആ ആംഗിൾ കോക്കിനെ അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ബാക്കിൽ ഒരു സ്ക്വയർ കട്ടിങ് ആണ്, അതിൽ ലോക്കായി നിൽക്കും. ഉള്ളിൽ ഒരു നെറ്റിട്ട് ടൈറ്റ് ചെയ്താൽ മതി. പിന്നെ കണക്ഷൻ ട്യൂബ് എപ്പോഴും ചെയ്യുമ്പോൾ വൺ സൈഡ് മാത്രം കണക്ട് ചെയ്യുക, അത് ആംഗിൾ കോക്കിൽ മാത്രം. എന്നിട്ട് വെള്ളമൊക്കെ ഓൺ ആക്കുന്ന സമയത്ത് നമ്മൾ ആംഗിൾ കോക്ക് ഓപ്പൺ ചെയ്തിട്ട് ആ ട്യൂബ് വഴി പുറത്തേക്ക് കുറച്ച് വെള്ളം അടിച്ച് ഒഴിവാക്കുന്നത് നല്ലതാണ്. എന്നാൽ ബോൾ കോക്ക് സംവിധാനത്തിലേക്ക് പൊടി വരാതെ അത് കംപ്ലൈന്റ് ആവാതെ ഇരിക്കും. പിന്നെ ഇതുപോലത്തെ ഒരു സെറ്റ് ടൈപ്പാണ്. അതൊരു ക്ലിപ്പിന്റെ മുകളിൽ ആദ്യം തന്നെ ഈ ബോൾട്ടിനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിന്റെ ബാക്കിലും മുന്നിലൊക്കെ കവറിങ് ചെയ്തിട്ടാണ് വെക്കാറ്. പിന്നെ നമ്മൾക്ക് ഔട്ട്ലെറ്റ് പൈപ്പിന്റെ ഒരു ക്ലിപ്പ് ടാങ്കിന്റെ മുകളിൽ തന്നെ ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാത്റൂം എപ്പോഴും ചെയ്യുന്ന സമയത്ത് ഈ ബുഷൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെയാണ് നമ്മളെ വാളങ്ങിങ് ക്ലോസറ്റിന് മെയിൻ ആയിട്ടുള്ള വർക്ക്. അത് ഒന്നെങ്കിൽ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതിന്റെ ഔട്ട് പൈപ്പ് ഒട്ടിക്കാൻ നോക്കുക, അല്ലെങ്കിൽ കോൺക്രീറ്റ് ടൈലൊക്കെ കണ്ടിട്ട് ആ അളവ് മനസ്സിലാക്കിയിട്ട് ഏകദേശം ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഫിനിഷിംഗ് ലെവലിൽ ഒരു 23 സെന്റെങ്കിലും നമുക്ക് സെന്ററിൽ കിട്ടുന്ന ലെവലാണ്. അതായത് ക്ലോസറ്റിന്റെ ഔട്ട് പൈപ്പ് കിട്ടുന്ന ലെവലിൽ ടാങ്കിനെ സെറ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. അത് ഫിനിഷിങ് വരുമ്പോൾ ഒരു 41 കിട്ടുന്ന രൂപത്തിലായിരിക്കും. ക്ലോസറ്റിന്റെ മാക്സിമം ടോപ്പ് വരിക സീറ്റ് കവർ അടക്കം 45 സെന്റിന്റെ ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ. പിന്നെ ഇതിന്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ ഒരു ബ്രിക്ക് വെച്ചിട്ട് ബോക്സ് ആക്കിയിട്ട് കെട്ടും. പിന്നെ ഒരു ഫൈനൽ ലുക്ക് ഏകദേശം ടൈല് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ വരും. അപ്പോൾ ഒരു അറിവും ചെറുതല്ല.